തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മാമനെന്താ ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്ന? എങ്ങോട്ട് പോവാ? വീട്ടിലേക്ക്. അരവിന്ദനെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഈ സമയത്ത് ബാലമാമൻ ഇതിനെ ഒറ്റയ്ക്ക് പോന്ന? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഇല്ല, ഞാൻ പോവാ. നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നാ മതി. ഇപ്പൊ ബാലമാമൻ വീട്ടിലേക്ക് പോകുന്ന ശരിയല്ല. അരവിന്ദൻ ഇപ്പോഴാണ് നോർമലായത്. അപ്പൊ കൂടെ ബാലമാമൻ വേണ്ടേ? എന്തിന് ഞാൻ അവന്റെ കൂടെ ഉണ്ടാവണം? പറയൂ. ബാലമാമന്റെ മോനല്ല അരവിന്ദേട്ടൻ. മോളെ, സ്നേഹമായാലും കെയറിംഗ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വൺ വേ പോലെ ആവരുത്. രണ്ടു കൈയും ചേർത്തടിച്ചാലേ ശബ്ദം ഉണ്ടാവും. അവന് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ അവനോട് മാത്രം കാണിച്ചിട്ട് എന്താ കാര്യം? ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് അവനോട് സ്നേഹമുണ്ട്. എന്നാ ഒരു മകൻ എന്ന നിലയിൽ അവൻ എന്നോട് സ്നേഹമുണ്ടോ? അരവിന്ദന് സ്നേഹം കൊടുക്കാനും കെയർ ചെയ്യാനും അവന്റെ അമ്മയും ഭാര്യയൊക്കെ ഉണ്ട്. അവൻ അത് മതിയല്ലോ. സ്വന്തം അനിയൻ പോലും വേണ്ട. ബാലമാമൻ ഓവർതിങ്ക് ചെയ്യുക. അരവിന്ദേട്ടന് എല്ലാരോടും സ്നേഹമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശബ്ദം കേട്ടപ്പോഴേ അവൻ കണ്ണു തുറക്കുമായിരുന്നു. അവന്റെ നല്ലതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രേയായിട്ടുള്ള കല്യാണം പോലും എതിർത്തത്. അതിനവൻ വാശിയോടല്ലേ കണ്ടത്. നമ്മുടെ കുടുംബം തകർത്തെറിയാൻ വന്നവളെ മതിയവന്. ജീവിക്കുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങള് മരിക്കാൻ നേരത്തെ ചിന്തിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. മരണത്തെ മുന്നിൽ കണ്ടിട്ട് പോലും അവനത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒന്നും അവൻ മനസ്സിലാക്കാൻ പോകുന്നില്ല. അരവിന്ദ് കണ്ണു തുറന്നു, പക്ഷെ ബുദ്ധിയും മനസ്സും ഇനിയും തെളിഞ്ഞിട്ടില്ല. ഞാൻ എന്തിനോട് നിൽക്കണം? അതിനൊന്നും ആവശ്യമില്ല. ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ ഒരുമിച്ച് പോവാ. ഞാൻ പോവാ. മോളൊന്നും പറയണ്ട, ഞാൻ പോവാ. ബാലമാമ, അക്കുചേട്ടാ, ബാലമാമ വീട്ടിലേക്ക് പോയി. ഓക്കെ, വാ നമുക്ക് പോ. അക്കുചേട്ടാ നിക്ക്. എന്താ? വാ നമുക്ക് പോവാം. അരവിന്ദേട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരുമിച്ച് പോവാം. അച്ഛനില്ല, നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമ്മളും കൂടി പോയാ അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? ഇവിടെ നമ്മളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അകത്ത് നടക്കുന്ന ഡ്രാമ കണ്ടാ സഹിക്കാനേ പറ്റില്ല. അക്കുചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. നമ്മുടെ സ്നേഹം അരവിന്ദേട്ടൻ മനസ്സിലാക്കിയില്ലെങ്കിലും വെറുപ്പും ദേഷ്യം തിരിച്ചു കാണിക്കുന്നത് ശരിയല്ല. വാ, അകത്തേക്ക് പോ. വാ അക്കുചേട്ടാ. അരവിന്ദ്, ഇനി ആർക്ക് വേണ്ടിയും ഇതുപോലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടോ. രണ്ടും കൂടെ ഇവിടെന്താ ചുറ്റി കറങ്ങുന്നേ? ബാലമാഷ് ഇറങ്ങി പോയില്ലേ? കൂടെ പോക്കൂടായിരുന്നോ? അച്ഛനെ പറ്റി മര്യാദയില്ലാതെ സംസാരിച്ച എന്താ ഉണ്ടാവുമെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാ. നീ ഒന്നും ചെയ്യില്ലടാ. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യാൻ നോക്ക്. നിന്റെ ഭാര്യ വിളിച്ചോണ്ടേ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇതെന്റെ വാണിംഗായോ ഭീഷണിയായോ കൂട്ടിക്കോ. ഇനി എന്റെ മാഡം മോളെ മരുമോനെ ശല്യം ചെയ്യരുത്. അതെ, നല്ലതിനല്ല. പറഞ്ഞേക്കാം. ആരാ ഈ പറയുന്നേ? ഇത് നിങ്ങളോട് ഞാനാ പറയണ്ട. ഇടിയടി, ഞങ്ങളുടെ സന്തോഷം കളയാനായിട്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കുക രണ്ടും കൂടെ. ആരും വിളിച്ചു വരുത്തിയില്ലല്ലോ ഇങ്ങോട്ട്. ശാന്തപ്പം പറഞ്ഞ പോലെ പോവാൻ നോക്ക്. അമ്മേ, അനു, നീ ഇവൾക്ക് സപ്പോർട്ടായി വരണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ. എടാ ആകാശേ,
നിന്റെ ഭാര്യയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. നീ എന്തിനാ ഇവളുടെ കൂടെ ചേർന്ന് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നേ? നിന്റെ ചേട്ടന് ഇത് 2ാം ജന്മ. ഇനിയെങ്കിലും അവനെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ വിട്. ചാരു, എല്ലാരും പറഞ്ഞു കേട്ടല്ലോ, വയറ് നിറഞ്ഞോ? ഇത് എന്നെ കൂടി കേൾപ്പിക്കാനാണോ അകത്തേക്ക് കൊണ്ടുവന്നത്? ഇത് മതിയോ അതോ ഇനിയും കേൾക്കണോ? അക്കുച്ചേട്ടാ, മതി. ഇനി ഇവിടെ നിന്ന് എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നാണം കിടത്ത് പോരെ. വരേണ്ടവരൊക്കെ വന്നു, ചേരേണ്ടവരൊക്കെ ചേർന്നു. ഇനി നമുക്ക് ഇവിടെ കാര്യമില്ല. നീ വാ. ബാലമാമ, എന്താ മോളെ, നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നത്? അരവിന്ദേട്ടനെ അവര് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മനസ്സിലായി. എന്താ അത്തിയല്ലേ? അക്കുച്ചേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ബാലമാമനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്താ? അരവിന്ദേട്ടനോർത്ത് മനസ്സ് തളർന്നിരിക്കുക ബാലമാമന്റെ. ഞാൻ പോയൊന്ന് സംസാരിച്ച് സമാധാനപ്പെടുത്തട്ടെ. ശരി.